അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആൻ നല്ല നിലയിൽ പാരായണം ചെയ്യാനുള്ള തൗഫീഖ്, അതിനുള്ള അറിവ് ഒക്കെ നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ഇന്നലെ നമ്മൾ ഖുർആൻ ഈ സമയത്ത് PM-ലൂടെ വഖഫുകളെ കുറിച്ചൊന്ന് പറയണം എന്ന് പറഞ്ഞിരുന്നു. വഖഫുകളെ കുറിച്ച് ഒന്ന് പറയണമെന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ അതൊന്ന് ചുരുക്കി വേടിക്കാം. വഖഫിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കുറച്ചൊക്കെ പറയാനുണ്ട്. ചുരുക്കി പറഞ്ഞാല് നമ്മള് വഖഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? വഖഫ് എന്ന് പറഞ്ഞാല് നമ്മൾ ഒരു ഖുർആനിലെ എവിടെയെങ്കിലും ഒരു ഭാഗത്ത് നിർത്തിയിട്ട് ശ്വാസം വിട്ട് പിന്നെ വേറെ ശ്വാസം കൊണ്ട് വലിച്ചിട്ട് ഉച്ചരിക്കുമ്പോഴാണ് അതിനാണ് വഖഫ് എന്ന് പറയാം. അതായത് എവിടെയെങ്കിലും നിർത്തി ഖുൽ അഊദു ബിറബ്ബിൻ നാസ് എന്ന് പറയുമ്പോ അവിടെ ഖുൽ അഊദു ബിറബ്ബിൻ നാസ് എന്ന് പറഞ്ഞ് ശ്വാസം വിട്ടിട്ട് വേറെ ശ്വാസം വലിച്ചിട്ട് മലിക്കിൻ നാസ് എന്ന് ഉച്ചരിക്കണം. അല്ലാതെ അവിടെ ശ്വാസം വിട്ടിട്ടില്ലേ പിന്നെ അവിടെ അതിന് വഖഫ് എന്ന് പറയില്ല. വഖഫാവുമ്പോഴാണ് ഖുൽ അഊദു ബിറബ്ബിൻ നാസ് എന്ന സീനിന് സുക്കൂനാവുക, അല്ലെങ്കിൽ ഹർക്കത്താണാവുക. അപ്പൊ ഒരാള് ഖുൽ അഊദു ബിറബ്ബിൻ നാസ് മലിക്കിൻ നാസ് ഇലാഹിൻ നാസ് എന്ന് പറഞ്ഞാൽ അത് വഖഫാവില്ല. അതുകൊണ്ട് തന്നെ അവിടെ സുക്കൂനും വരൂല. അങ്ങനെ ആകുമ്പോ പിന്നെ ഹർക്കത്താക്കിയിട്ട് ഉച്ചരിക്കണം. വഖഫ് ചെയ്യുമ്പോ ശ്വാസം വിടണം, അപ്പോഴേ ഉള്ളൂ വഖഫാവുക. ഇങ്ങനെ ശ്വാസം വിടാതെ ഉച്ചരിക്കേണ്ട സ്ഥലങ്ങളാണ് സക്കത്ത എന്ന് പറയുന്നത്. അപ്പോ പിന്നെ ഖുർആനില് വഖഫ് ചെയ്യണം എന്ന് വഖഫ് ചെയ്യൽ നിർബന്ധമായ ഒരു സ്ഥലമില്ല. അതായത് വഖഫ് ചെയ്യൽ നിർബന്ധമല്ല. അങ്ങനെ കൂട്ടി അങ്ങനെ ഓതാൻ വെക്കുമ്പോൾ ഓതാം. വഖഫ് ചെയ്യണം എന്ന് നിർബന്ധമായിട്ടുള്ള ഒരു സ്ഥലമില്ല. ലൈസ ഫിൽ ഖുർആനി വഖഫുൻ വാജിബുൻ ശർഅൻ എന്നാണ്. അതുപോലെ തന്നെ ഈ വഖഫ് ചെയ്യാൻ പറ്റാത്ത സ്ഥലമില്ല. നമുക്കിങ്ങനെ ഖുർആൻ ഓതുമ്പോൾ വഖഫ് ചെയ്യാൻ പറ്റാത്ത സ്ഥലമില്ല. എപ്പോഴാ പറ്റാത്ത സ്ഥലം ഉണ്ടാവുക? അത് വഖഫ് ചെയ്യുമ്പോൾ അർത്ഥത്തിന് മാറ്റം വരാൻ പറ്റില്ല. അങ്ങനത്തെ സ്ഥലത്ത് വഖഫ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ കുറച്ച് സ്ഥലങ്ങളുണ്ട്. അതാണ് പറഞ്ഞത്. ഈ ഫിഇലിന്റെ മേൽ വഖഫ് ചെയ്യാൻ പറ്റൂല, അതിന്റെ ഫാഇലിനെ പറയാതെ. ദറബല്ലാഹു എന്ന് പറഞ്ഞത് ദറബ അത് ഫിഇല്, അവിടെ ദറബ് എന്നിട്ടാണ് പറഞ്ഞു വഖഫ് ചെയ്യുക. അല്ലാഹു എന്നുള്ളതിനെ പറഞ്ഞില്ല. അപ്പോ അത് അങ്ങനെയുള്ളത് പറ്റൂല. അഥവാ ഫിഇലിന്റെ മേൽ ഫാഇലിനെ പറയാതെ ഫിഇലിന്റെ മേൽ വഖഫ് ചെയ്യാൻ പറ്റൂല. ഫിഇല് ഫാഇൽ എന്നൊക്കെ പറഞ്ഞാൽ തീരുന്നവർക്കുള്ളൂ. അപ്പൊ അത് പറയാൻ പറ്റുക. അതുപോലെ തന്നെ ഫിഇലിന്റെ മേലിൽ വഖഫ് ചെയ്യുക, അതിന്റെ മഫ്ഊൽ എന്ന് പറയാതെ. ദറബല്ലാഹു മസല എന്ന് പറയുന്നത് മസലൻ എന്ന് പറയാതെ ദറബല്ലാഹു എന്ന് പറയാം. എന്നിട്ട് പിന്നെ മസലൻ എന്ന് പറഞ്ഞിട്ട് വേറെ തുടങ്ങും. അത് പറ്റൂല. അഥവാ അങ്ങനെ ശ്വാസം കിട്ടുന്നില്ലെങ്കിൽ ദറബല്ലാഹു എന്ന് പറഞ്ഞിട്ട് പിന്നെ ദറബല്ലാഹു മസലൻ ദറബല്ലാഹു മസലൻ എന്ന് എടുത്തു അതാ. അത് ശ്വാസം കിട്ടാത്തതിന്റെ പേരിൽ അങ്ങനെ ചെയ്യാം. അപ്പോ ഫിഇലിന്റെ മേല് ഫാഇലിനെ കൂടാതെയോ അല്ലെങ്കിൽ മഫ്ഊലിനെ കൂടാതെയോ വഖഫ് ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ ജറിന്റെ ഹർഫിന്റെ മേലിൽ വഖഫ് ചെയ്യാൻ പറ്റൂല, അതിന്റെ മജ്റൂറിനെ കൂടാതെ. അത് ഏതുപോലെ ഫവൈലുൽ ലില്ലദീന കഫറൂ മിൻ യൗമിഹിമുൽ ലദീ മിൻ യൗം അല്ലേ, അവിടാണ് വഖഫ് മിൻ എന്ന് പറഞ്ഞിട്ട് വഖഫ് ചെയ്യാം. അങ്ങനെ ഫവൈലുൽ ലില്ലദീന കഫറൂ മിൻ എന്ന് പറഞ്ഞിട്ട് വഖഫ് ചെയ്യാം. എന്നിട്ട് യൗമിഹി എന്നുള്ള മറ്റൊരു ഇവിടെ വഖഫ് ചെയ്യാം. എങ്ങനെ ബുദ്ധിമുട്ടാണെങ്കിൽ ശ്വാസം കിട്ടാതെ ഇണങ്ങാറാവുകയാണെങ്കിൽ വഖഫ് ചെയ്യുകയൊക്കെ ചെയ്യാം. അപ്പൊ മടക്കി ഓതണമെന്ന് മാത്രം, അല്ലാത്ത അവസ്ഥയിലുള്ള വഖഫ് ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ
മുദാഫിന്റെ മേൽ വഖഫ് ചെയ്യാൻ പാടില്ല, മുദാഫ് ഇലൈഹിനെ കൂടാതെ. മുബ്തദന്റെ മേൽ വഖഫ് ചെയ്യാൻ പാടില്ല, ഖബർ കൂടാതെ. അതുപോലെ തന്നെ മൗസൂഫിന്റെ മേൽ സിഫത്തിനെ കൂടാതെ വഖഫ് ചെയ്യാൻ പാടില്ല. സാഹിബുൽ ഹാലിന്റെ മേൽ വഖഫ് ചെയ്യാൻ പാടില്ല, ദൂനൽ ഹാൽ, ഹാലിനെ കൂടാതെ. അതുപോലെ മഅ്തൂഫിന്റെ മേൽ, മഅ്തൂഫ് അലൈഹിന്റെ മേൽ വഖഫ് ചെയ്യാൻ പാടില്ല, ദൂനൽ മഅ്തൂഫ്, മഅ്തൂഫിനെ കൂടാതെ. അതുപോലെ തന്നെ അദദിന്റെ മേൽ വഖഫ് ചെയ്യാൻ പാടില്ല, ദൂനൽ മഅദൂദ്, അത് മഅദൂദ് കൂടാതെ. അതുപോലെ തന്നെ മുസ്തസ്ന, അതിന്റെ മേൽ വഖഫ് ചെയ്യാൻ പാടില്ല, ഇസ്തിസ്ന കൂടാതെ. അങ്ങനെയുള്ള കാര്യങ്ങളുടെ മേലൊന്നും വഖഫ് ചെയ്യാൻ പാടില്ല. അപ്പൊ ഇതൊക്കെ പറഞ്ഞാൽ പ്രയാസമുള്ള കേസാണ്. അപ്പൊ എന്ത് ചെയ്താൽ മതി? സാധാരണക്കാർക്കാലപ്പോ നമ്മളിപ്പോ ഈ ക്ലാസ് ഉള്ളത്, സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഖുർആൻ ഇങ്ങനെ ഓതുന്ന സമയത്ത് പല അടയാളങ്ങളൊക്കെ കാണാം. ലാമ് കാണാൻ സാധിക്കും, അതുപോലെ തന്നെ ജീമ് കാണാൻ സാധിക്കും. എന്റെ ശബ്ദം കേൾക്കണ്ടല്ലോ അല്ലെ? നമ്മളെ ക്ലാസ്സുകാർക്കാണ്, സാധാരണക്കാർക്കാണ്. അപ്പൊ സാധാരണക്കാർക്ക് ഇപ്പൊ അത്തുഫും മഅ്തൂഫും അല്ലെങ്കിൽ മുസ്തസ്ന ഒന്നും ഹാലോ മറ്റൊന്നും തിരിയില്ല. അപ്പൊ എന്ത് ചെയ്യാ? നമ്മൾക്കാണെങ്കിൽ നമ്മൾക്ക് ശരിക്കും ഓതേ ആവശ്യമുള്ളൂ. അപ്പൊ എന്ത് ചെയ്യാ? ലാമ് കാണാം. അപ്പൊ ലാമ് എന്ന് പറഞ്ഞാല് അതിന്റെ അടയാളം എന്താണ്? അവിടെ വഖഫ് ചെയ്യൽ മംനൂഅ്, അതാണ് അതിന്റെ അടയാളം. അപ്പൊ അവിടെ എന്ത് ചെയ്യാ? വഖഫ് ചെയ്യാതിരിക്കുക. ഇനി വഖഫ് ചെയ്യാൻ ശ്വാസം കിട്ടുന്നില്ല, ഈ വഖഫ് ചെയ്യൊക്കെ ചെയ്യാം. അപ്പൊ എന്ത് ചെയ്താൽ മതി? അപ്പുറത്തുനിന്ന് മടക്കി ഓതിയാൽ മതി. ഇവിടെ വഖഫ് ചെയ്തിട്ട് പിന്നെ അതിന്റെ ശേഷമുള്ളത് ഓതുമ്പോഴാണ് വഖഫ് എന്നാവുള്ളൂ. അല്ലാതെ അവിടെ ലാമ് കണ്ടുകൊടുത്ത് ഇപ്പൊ ശ്വാസം കിട്ടിയിട്ടില്ല, ഇടങ്ങറായിട്ട് പിന്നെ അല്ലെങ്കിൽ നേരെ ആ ലാമ് കണ്ടതിന്റെ ശേഷമുള്ള ഒരു വാക്കുമല്ലാണ്ട് വഖഫ് ചെയ്യണം. അതും പറ്റും. ഇനി അതിനും സാധിക്കാത്ത വിധം ശ്വാസം മുട്ടുകയാണ്. അപ്പൊ എന്ത് ചെയ്യാ? അവിടെ വഖഫ് ചെയ്യാ, മടക്കി ഓതിയാൽ മതി. അത്രേ ഉള്ളൂ സംഭവം. പിന്നെ ജീമ് കാണാം. ജീമ് കണ്ട എന്താണ്? അലാമത്തുൽ വഖഫി അൽ ജായിസാണ്. അതായത് വഖഫ് ചെയ്യും ചെയ്യാ, ചെയ്യാതിരിക്കും ചെയ്യാം. അവിടെ വഖഫ് ചെയ്യും ചെയ്യാ, രണ്ടും സെയിമാണ്. വഖഫ് ചെയ്യാതെ ചേർത്തി ഓതും ചെയ്യാം, വഖഫ് ചെയ്യും ചെയ്യാം. ലാം എന്താണ് പറഞ്ഞത്? അവിടെ വഖഫ് ചെയ്യാം. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ സംഭവം അതേമാതിരിയാണ് പ്രവർത്തിച്ചാൽ മതി. എന്നാ പിന്നെ അത് ചില പിന്നെ അർത്ഥം പൂർത്തിയാവുണ്ടോ അല്ലെങ്കിൽ അർത്ഥം പൂർത്തിയാവാത്ത അവസ്ഥയാണോ എന്നൊന്നും സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അതൊന്നും തിരിച്ചറിയില്ല. അപ്പൊ എന്ത് ചെയ്താൽ മതി? ലാമ് കാണുന്നോർത്ത് എന്ത് ചെയ്യുക? വഖഫ് ചെയ്യാതിരിക്കുക. വഖഫ് ചെയ്യാതിരിക്കുക. ഇനി അഥവാ ശ്വാസം മുട്ടിയിട്ട് വഖഫ് ചെയ്യുകയാണെങ്കിൽ മടക്കിയോട് ഓതിയാൽ മതി. അതിന്റെ അപ്പുറത്തുനിന്ന് മടക്കി ഓതുമ്പോഴൊക്കെ വേറെ പ്രശ്നമുണ്ട്. ഈ മടക്കി ഓതുമ്പോ എവിടുന്ന് മടക്കി ഓതണം എന്നുള്ളതൊക്കെ ഉണ്ട്. അതുണ്ട്. ഇപ്പോ ഇല്ലാഹി എന്ന് പറയുകയാണെങ്കിൽ അവിടെ പിന്നെ ഇല്ലാഹി എന്ന് പറഞ്ഞിട്ട് മടക്കാൻ പറ്റൂല. അതിന്റെ ആ ഒരു പൂർത്തീകരണത്തിന്റെ അവിടുന്ന് വേണം മടക്കി ഓതാൻ. അവിടെ ഫെയിലും ഫായിലും ആണെങ്കിൽ ആ ഫായിലിന്റെ അവിടുന്ന് മടക്കി ഓതാൻ പറ്റൂല. ഫെയില് ഉച്ചരിച്ചിട്ടേ പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ മുബ്തദയും ഖബറും ആണെങ്കിൽ മുബ്തദന്റെ അവിടുന്ന് തുടങ്ങണം. ഇങ്ങനെയുള്ളതൊക്കെ ശ്രദ്ധിക്കണം. അപ്പൊ അതും വേണം തിരിച്ചറിയാം. ഏതായാലും ലാമ് കണ്ടാല് പിന്നെ വഖഫ് ചെയ്യാതെ ചേർത്ത് അങ്ങോട്ട് ഓതി പോവുക. പിന്നെ ജീമാണെങ്കിൽ വഖഫ് ചെയ്യും ചെയ്യാ, ചെയ്യാതിരിക്കും ചെയ്യാ. പിന്നെ ആണ് സിലാന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ അതിന്റെ അടയാളാണ്. വഖഫ് ചെയ്യല് ജായിസാണ്, പക്ഷെ ചേർത്തി ഓതലാണ് നല്ലത്. മനസ്സിലായില്ലേ? ആദ്യം ജീമ് പറഞ്ഞത് എന്താണ്? വഖഫ് ചെയ്യും ചെയ്യാ, ചെയ്യാതിരിക്കും ചെയ്യാ. രണ്ടും സെയിമാണ്. മറ്റേ സില എന്ന് കണ്ടതോ അത് അവിടെ പിന്നെ വഖഫ് ചെയ്യല് ജായിസാണ്, പക്ഷെ ചേർത്തി ഓതി പോലാണ് നല്ലത്. അപ്പൊ ഇനി ശ്വാസം കിട്ടുന്നില്ലെങ്കിൽ അവിടെ വഖഫ് ചെയ്യാം, എന്നിട്ട് ബാക്കി അതിന്റെ ശേഷമുള്ള ഓതിയാൽ മതി. ചേർത്തി ഓതി പോവല് നല്ലതുള്ളൂ. പക്ഷെ ആ നല്ലത് എന്ന് വിചാരിച്ചിട്ട് പിന്നെ നിങ്ങൾ അവിടുന്ന് അതിന്റെ ബാക്കിൽ നിന്ന് അതിന്റെ മുമ്പിൽ നിന്ന് എടുത്ത് ഓതാകുമ്പോ ചിലപ്പം ആ ഒരു പൂർത്തീകരണത്തിന്റെ വലിയൊരു വാക്കിന്റെ ശരിക്കുള്ളോട്ട് അല്ലെങ്കിൽ അതും പ്രശ്നമാണ്. ശരിക്കും പറഞ്ഞാല് അങ്ങനെ കണ്ടാല് എന്ത് ചെയ്താൽ അവിടെ വഖഫ് ചെയ്യാം, എന്നിട്ട് ബാക്കിയുള്ള ഓതുക. അല്ലെങ്കിൽ അവിടെ ചേർത്തി ഓതുമ്പോ പിന്നെ പോയിട്ട് ശ്വാസം മുട്ടൽ വേറെ എവിടെയെങ്കിലും പിന്നെ അർത്ഥം പൂർത്തിയാവാത്ത എന്തെങ്കിലും സ്ഥലത്തേക്കാരും ശ്വാസം മുട്ടിട്ട് നിർത്തേണ്ടി വരിക. അപ്പൊ അവിടെ സ്ലിപ്പാവും. അപ്പോ സിലാന്ന് കാണുമ്പോൾ അവിടെയും വഖഫ് ചെയ്യാം. നല്ല ശ്വാസമൊക്കെ പിടിച്ചിട്ട് ഓതാൻ വയ്ക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ പിന്നെ ഈ വിഷയമൊന്നുമില്ല. അതുപോലെ തന്നെ ഖിലാന്ന് കാണാം.
അത് വഖഫ് ചെയ്യല് അതും തന്നെ വഖഫ് ചെയ്യൽ ജായിസാണ്. പക്ഷെ വഖഫ് ചെയ്യലാണ് നല്ലത്. അപ്പൊ പിന്നെ നമുക്ക് അനുകൂലമാണ്. അവിടെ വഖഫ് ചെയ്താൽ മതി. പിന്നെ വഖഫ് ചെയ്യണോണ്ട് പ്രശ്നമില്ല, വഖഫ് ചെയ്തിട്ട് പ്രശ്നമില്ല. കൂട്ടിയുടെ ഓതുന്നോട്ടാണ് ശ്വാസം പ്രശ്നം വരും. അപ്പൊ ഖില എന്ന് പറയുമ്പോൾ അവിടെ വഖഫ് ചെയ്താൽ മതി. പിന്നെ 3 കുത്ത് കാണാം. 3 കുത്ത് കാണാം. അത് അടുത്തടുത്തേക്കാരം അങ്ങനെ വരുമ്പോ ഒന്ന് കണ്ടാൽ അതിന്റെ തൊട്ടടുത്ത് അപ്പുറത്ത് തന്നെ വേറെയും കാണാൻ സാധിക്കും. അവിടെ എന്താണ്, അത് കണ്ടാൽ എവിടെയെങ്കിലും ഒരു ചൂളിൽ നിർത്തുക, രണ്ടോടത്തും നിർത്തരുത്. അങ്ങനെയാണ്. ചേർത്തി ഓതിയാണ്ട് കുഴപ്പമൊന്നുമില്ല. അത് കണ്ടിച്ചിട്ട് അവിടെ നിർത്തണം നിർബന്ധമൊന്നുമില്ല. നിർത്തി കൂടി നേരെ ഓതി പോവുകയൊക്കെ ചെയ്യാം. വഖഫ് ചെയ്യുകയാണെങ്കിൽ രണ്ടാലും ഒരു ചൂളിലേ നിർത്താൻ പറ്റുള്ളൂ, 2 സ്ഥലത്തും നിർത്തരുത് എന്നാണ് എന്റെ. പിന്നെ ഈ മീമ് കാണാം. മീമ് 2 സൈസിൽ കാണാം. വാലിങ്ങനെ നേരെ നിർത്തിയിട്ട് കാണാം, അടിക്ക് താത്തിയിട്ടും കാണാം. മീമിന്റെ വാല് താഴ്ത്തിങ്ങനെ ആയിട്ട്, അത് വേറെ വിഷയമാണ്. അല്ല, വേറെ സൈസ് സാധാരണ മീമിടണമായിട്ട് മീമ് കാണാം. അത് വഖഫ് ചെയ്യല് അവിടെ ലാസിമാണ്, അവിടെ നിർത്തണം എന്നുള്ളതാണ് അറിയിക്കുന്നത്. അവിടെ നിർത്തിയിട്ടില്ലെങ്കിൽ അവിടെ പിന്നെ നിർത്തിയിട്ടില്ലെങ്കിൽ എന്താണ്, അത് ശേഷമുള്ളത് ചേർത്തി ഓതുമ്പോ അവിടെ അർത്ഥത്തിൽ കേൾക്കുന്ന ആളുകൾക്ക് അർത്ഥം എന്തോ വ്യത്യാസമുള്ളതായി തോന്നിപ്പോകും. അതുകൊണ്ട് ഇത് അതേ സമയത്ത് ഇപ്പൊ ഒരാളിങ്ങനെ ഇരുന്ന് ഓതുകയാണ്, സ്വന്തം ഇരുന്ന് ഓതുകയാണ്, ഒരാൾ സ്വന്തം ഇരുന്ന് ഓതുകയാണ്. അപ്പൊ ഇയാൾക്ക് ഇങ്ങനത്തെ സംഭവം, ഇങ്ങനത്തെ മീമുള്ളോട്ട് അയാൾക്ക് നിർത്തിക്കൊള്ളണമെന്നൊന്നുമില്ല. കാരണം എന്താണ്, അവിടെ അയാളെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ അർത്ഥം ശരിക്ക് അവിടെ നിർത്തിയില്ലെങ്കിലും അർത്ഥത്തില്ല. പിന്നെ അർത്ഥം മാറിപ്പോണ അവസ്ഥ ഇയാൾക്ക് സംബന്ധിച്ചിടത്തോളം ഇല്ലെങ്കിൽ പിന്നെ ആ വിഷയമില്ല. ഇവിടെ ഈ സംഭവം എന്താണ്, അവിടെ നിർത്തിയിട്ട് ശേഷമുള്ള അവിടെ വഖഫ് ചെയ്തിട്ട് ബാക്കിയുള്ള ഓതണം എന്ന് പറഞ്ഞ എന്താണ്, അത് നേരെ കൂട്ടി ഓതുന്ന സമയത്ത് അവിടെ ഉദ്ദേശിച്ച അർത്ഥം അല്ലാത്ത ഒരു അർത്ഥം കേൾക്കുന്നവർക്ക് തോന്നിപ്പോകും. ആ തോന്നലില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ അത് ചെയ്യുന്നത്. അതേ സമയത്ത് ഒരാളിങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് സ്വന്തമായിട്ട് ഇരുന്ന് ഓതുകയാണ്, മറ്റുള്ളവരൊന്നും കേൾക്കണില്ല. അപ്പോ ഇങ്ങനത്തെ ഈ സംഭവം അയാൾക്ക് അങ്ങനെ സംഭവിക്കൂലല്ലോ. അയാൾ ഓതുമ്പോ അയാൾക്ക് തന്നെ സംഗതി തീരുമല്ലോ, ഇത് ഇവിടെ വഖഫൊക്കെ ഉണ്ട്, ഞാൻ വഖഫ് ചെയ്യാതിരിക്കണുള്ളൂ, അതുകൊണ്ട് തന്നെ എനിക്കിവിടെ അർത്ഥത്തിന് വ്യത്യാസമൊന്നുമില്ല. ഈ ഒരവസ്ഥയിൽ അവിടെ നിർത്തിക്കൊള്ളണമെന്നില്ല എന്നാണ്. അതാണ് ഖുർആനിൽ എവിടെയും വഖഫ് ചെയ്യണം എന്ന് നിർബന്ധമുള്ളതോ അല്ലെങ്കിൽ പിന്നെ വഖഫ് ചെയ്യാൻ പാടില്ല എന്നുള്ളതോ ഇല്ല എന്ന് പറയാൻ കാരണം. ഇതേപോലെ തന്നെ പിന്നെ ആ ലാമ് ഉള്ള സംഭവം അങ്ങനെ തന്നെയാണ്. അവിടെ പിന്നെ വഖഫ് ചെയ്യാതെ ഓതണമെന്നല്ല ലാമ്, അവിടെയുമാണ് ഈ വഖഫ് ചെയ്യൊക്കെ. അപ്പോ ഈ അവിടെ വഖഫ് ചെയ്യൽ നിർബന്ധമാണെന്ന്, വഖഫ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ്, അവിടെ വഖഫ് ചെയ്യാതെ പിന്നെ വഖഫ് ചെയ്താൽ അതോടെ ഉദ്ദേശിച്ച അർത്ഥമില്ലാത്ത വേറൊരു അർത്ഥം കേൾക്കുന്നവർക്ക് തോന്നിപ്പോവും. അതുകൊണ്ടാണ്. ചുരുക്കി പറഞ്ഞാല് നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഇപ്പൊ സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞെന്താ, ലാമ കണ്ടാല് അവിടെ വഖഫ് ചെയ്യാതെ ഓതിപ്പോവുക. ഇനി ശ്വാസം ഇങ്ങോട്ട് കിട്ടാതെ ആവുകയാണെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് അതിന്റെ ശേഷമുള്ള ഒരു വാക്കുമല്ലോട് വഖഫ് ചെയ്താൽ മതി. അതിന്റെ ശേഷമുള്ള ഒരു വാക്കുമല്ലോട് വഖഫ് ചെയ്താൽ മതി. എന്നിട്ട് പിന്നെ അവിടെ മടക്കി ഓതിയാൽ മതി. പിന്നെ ജീമാവുമ്പോ വഖഫ് ചെയ്യാതിരിക്കുമ്പോ ചേർത്തി ഓതുമ്പോ പിന്നെ ശ്വാസം മുട്ടിട്ട് അതിന്റെ ഇടയിൽ പിന്നുള്ള ഒരു വഖഫിന്റെ സ്ഥലത്തേക്ക് എത്തുന്നതിന്റെ ഉള്ളിൽ പിന്നെ ശ്വാസം മുട്ടിട്ട് അവിടെ വഖഫ് ചെയ്യേണ്ടി വരും. പക്ഷെ അവിടെ എവിടെയാണ് വഖഫ് ചെയ്യണമെന്ന് അറിയാത്ത, അർത്ഥമൊന്നും പൂർത്തിയാവാത്ത സ്ഥലത്താവുമ്പോ അതിൽക്കും നല്ലത് വഖഫ് ചെയ്യാണ് നല്ലത്. ചുരുക്കത്തില് ജീമ് കണ്ടാല് വഖഫ് ചെയ്യാ, ജീമ് കണ്ടാല് വഖഫ് ചെയ്യാ. സ്വല എന്നുള്ളത് കണ്ടാലും അവിടെ ചേർത്തി ഓതലാണ് ഔല, നല്ലത് അവിടെ ചേർത്തി ഓതലാണെങ്കിലും അവിടെ ചേർത്തി ഓതിയിട്ട് പിന്നുള്ള ഒരു വഖഫിലേക്ക് എത്തുമ്പോഴത്തേക്ക് ശ്വാസം മുട്ടിട്ട് ഇടങ്ങാറാവുമെങ്കിൽ അവിടെയും നിങ്ങൾ എന്ത് ചെയ്താൽ മതി, വഖഫ് ചെയ്താൽ മതി. അതുപോലെ തന്നെ ഖില എന്നുള്ളവർക്കും വഖഫ് ചെയ്താൽ മതി. കാരണം അവിടെ വഖഫ് ചെയ്യൽ തന്നെയാണ് നല്ലത്. പിന്നെ 3 പുള്ളി കാണുന്നവർക്ക് അപ്പുറം ഇപ്പുറത്ത് ഏതെങ്കിലും ഒത്തുള്ളു വഖഫ് ചെയ്യുക, മീമ് കാണുന്നവർക്കും വഖഫ് ചെയ്യുക. ചുരുക്കി പറഞ്ഞാൽ വഖഫ് ചെയ്യലാണ് എല്ലായിടത്തും അധികം വഖഫ് ചെയ്യണേനെ. അപ്പൊ ലാമ കാണുന്നോടത്ത് നിങ്ങൾക്ക് അവരുടെ സംഗതി വേണ്ടത് വഖഫ് ചെയ്യാതെ ചേർത്ത് ഓതലാണ്. അവിടെ നിങ്ങൾക്ക് ശ്വാസം കിട്ടാത്തൊരവസ്ഥ വരികയാണെങ്കിൽ അവിടെ തന്നെ എത്തുമ്പോൾ തന്നെ ആകെ ഇടങ്ങറായിട്ടാണെങ്കിൽ അവിടെയും വഖഫ് ചെയ്യുക. പക്ഷെ ശേഷം മുടുത്ത് ഓതിയാൽ മതി എന്ന് മാത്രം. അല്ലെങ്കിൽ എന്താണ്, ഇനിയിപ്പോ അവിടെ വഖഫ് ചെയ്യാന്നുള്ള ഒരു അവസ്ഥ വേണ്ട എന്നുള്ള നിലയ്ക്ക് അതിന്റെ ശേഷമുള്ള ഒരു വാക്കുമേൽ കൊണ്ടുപോയിട്ടാണ് വഖഫ് ചെയ്യാന്നൊരു മടക്കി ഓതുക. അങ്ങനെയും ചെയ്യാം. പിന്നുള്ളതൊക്കെ വഖഫ് ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളാണ്. ചെയ്യാതിരിക്കൽ അഫ്ദലാണെങ്കിൽ അവിടെ ചെയ്യാതെ പിന്നെ ഓതുകയാണെങ്കിൽ അതിന്റെ ഇടയിൽ വെച്ചിട്ട് പിന്നെ അടുത്തൊരു വഖഫിലേക്ക് എത്തുന്നതിന്റെ മുമ്പ് ശ്വാസം കിട്ടാതെ അവസ്ഥ വരും എന്ന കണക്കിൽ എന്ത് ചെയ്യുക, അവിടെ ഒക്കെ വഖഫ് ചെയ്യുന്നത്. ലാമിന്റെ അവിടെ മാത്രം വഖഫ് ചെയ്യാതെ ഓതുക. അവിടെയും വഖഫ് ചെയ്യാൻ ശ്വാസം കിട്ടാത്ത അവസ്ഥയാണെങ്കിൽ അവിടെയും വഖഫ് ചെയ്യാൻ മടക്കി ഓതും ചെയ്യാം. അങ്ങനെ പിന്നെ ഇപ്പൊ ഇതൊന്നും ഇല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ പിന്നെ നേരത്തെ പറഞ്ഞ
ഫേല് ഫായിലിനെ പറയാതെ ഫേല് പറയാം. ഈ ഫേല് ഫായിലിനെ പറയാതെ ഫേല് അതും തന്നെ ശ്വാസം മുട്ടി ഇടങ്ങറാണെങ്കിൽ പറ്റും, അവിടെ പറ്റായൊന്നുമില്ല. പക്ഷെ മടക്കി ഓതണം മാത്രം. അങ്ങനെ അപ്പോ ഈ ഖുർആനിൽ ഇപ്പൊ നമ്മളൊക്കെയുള്ള ഖുർആനിലൊക്കെ ഈ കാണുന്ന അടയാളങ്ങളൊക്കെ ഉണ്ട്. അവിടൊക്കെ വഖഫ് ചെയ്യുക. ലാമിന്റെ അവിടെ മാത്രം വഖഫ് ചെയ്യാതെ സാധിക്കുമെങ്കിൽ വഖഫ് ചെയ്യാതെ പോകും. വക്കിലോട്ടൊക്കെ വഖഫ് ചെയ്യാം. അപ്പൊ തന്നെ നമുക്ക് ഏകദേശമൊക്കെ പിന്നെ ശരിക്ക് ഓതാൻ വയ്ക്കുന്ന ഒരവസ്ഥയിലെത്തും. കാരണം ഇങ്ങനത്തെ ഒക്കെ ഓരോ ആയത്തിന്റെ ഇടയിലൊക്കെ ഉണ്ടാകുന്ന സ്ഥലമുണ്ട്. അപൂർവമൊക്കെ ഇല്ലാത്ത കുറച്ച് നിങ്ങളുടെ സ്ഥലത്ത് ഉണ്ടാവുള്ളൂ. അഥവാ അങ്ങനത്തെ സ്ഥലത്തൊക്കെ അഥവാ എത്തുന്നുണ്ട്. ഇപ്പൊ ഈ പിന്നെ അങ്ങനെ ചിലവർക്കൊക്കെ കുറെയൊക്കെ ഇപ്പൊ ഈ ഫേലും ഫായിലും അങ്ങനത്തെ ഒക്കെ കാര്യങ്ങളൊക്കെ കുറെയൊക്കെ അറിയാലോ. അവിടെയൊക്കെ അത് വഖഫ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, മടക്കി ഓതും ചെയ്യാം. ഈ ഒരവസ്ഥ ഇങ്ങനെ ഇത് മനസ്സിലാക്കുക. പിന്നെ വഖഫിന്റെ കാര്യമൊക്കെ പറയുകയാണെങ്കിൽ ഓരോ വാക്കുമലും ഇന്ന വാക്കുമേ ഇന്ന മോഡൽ വഖഫ് ചെയ്യണം, ഇന്ന വാക്കുമേൽ ഇന്ന മോഡൽ വഖഫ് ചെയ്യണം, അങ്ങനെ ഒരുപാട് പറയുന്നൊക്കെ ഉണ്ട്. അതിനൊക്കെ പിന്നെ ഇതൊക്കെ പഠിക്കാനൊക്കെ ഞാൻ എപ്പോഴും പറയാനുള്ള ഐമൻ റുഷ്ദി സുവൈദിന്റെ ആ ക്ലാസ് അൽ ഇത്ഖാനു ലി തിലാവത്തിൽ ഖുർആൻ എന്ന് പറയുന്ന ആ ക്ലാസ് സൗകര്യമുള്ളവരൊക്കെ യൂട്യൂബിൽ നിന്ന് ഇങ്ങനെ കേട്ടാൽ അറബി തിരിഞ്ഞില്ലെങ്കിലും ഈ വിഷയങ്ങളൊക്കെ പറയുന്നതൊക്കെ നമുക്ക് തിരിയും. ഇന്ന വാക്കുമല് ഇന്ന മാതിരി ചെയ്യാം, ഇന്ന സൂറത്തില് ഇന്ന ആയത്തുമല് ഇന്ന വാക്ക് എന്നൊക്കെ അവിടെ പറയല്ലോ. അപ്പൊ അതൊക്കെ തിരിയല്ലോ. അങ്ങനെയൊക്കെ പറയണൊക്കെ തിരിയാതിരിക്കൊന്നുമില്ല. അതൊക്കെ അവമലൊക്കെ എങ്ങനെയാണ് വഖഫ് ചെയ്യേണ്ടതെന്നൊക്കെ അതിൽ പറയുന്നത്. അതൊക്കെ ഇതിൽ പറയുന്ന ഒരുപാട് പറയുന്നുണ്ട്. അതൊക്കെ മറ്റേതിൽ കേൾക്കുകയാണെങ്കിൽ നമ്മളെ സൗകര്യം പോലെ കുറച്ചിരുന്ന് കേൾക്കാം. അതിന് എന്ത് ചെയ്യാം, അതിന് വേണ്ടിയൊക്കെ ശ്രമിക്കാം. ഓരോ സൂറത്തില് ഇന്ന ആയത്തില് ഇന്ന വാക്കുമല് ഇന്ന മോഡൽ വഖഫ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുന്നുണ്ട്. അതൊക്കെ കേട്ട് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഏതായാലും അപ്പൊ ഈ വിഷയങ്ങൾ മനസ്സിലാവുക. വഖഫിലെ ഖുർആനിലുള്ള ആ അടയാളങ്ങളൊക്കെ അതവിടൊക്കെ വഖഫ് ചെയ്തിട്ട് ശ്രദ്ധിക്കുക. ലാമിന്റെ അവിടെ മാത്രം വഖഫ് ചെയ്യാതെ ചേർത്തി ഓതാൻ സാധിക്കുകയാണെങ്കിൽ, അതിനിപ്പോ അവിടെ പോയിട്ട് അവിടെ വഖഫ് ചെയ്യാൻ സാധിക്കാത്ത അതിന്റെ അപ്പുറം അതിലും വലിയ പോയി കുണ്ടിൽ പോയി ചാടാൻ വേണ്ടിയിട്ടുള്ള അവസ്ഥയാണെങ്കിൽ അത് ശ്രദ്ധിക്കണം. ഏതായാലും വഖഫ് ചെയ്യും ബുദ്ധിമുട്ടാണെങ്കിൽ ശ്വാസം മുട്ടിയിട്ടുള്ള ഒരു അവസ്ഥയാണെങ്കിൽ വഖഫ് ചെയ്യുക, എന്നിട്ട് മടക്കി ഓതുക. പിന്നെ അങ്ങനെ തന്നെ വഖഫ് ചെയ്യുമ്പോഴും പിന്നെ ബുദ്ധിമുട്ടായിട്ട് ശ്വാസം മുട്ടിയിട്ട് വഖഫ് ചെയ്യുന്ന സമയത്തും ഓരോ വാക്കുമലും വഖഫ് ചെയ്യണ ഒരവസ്ഥ ഉണ്ട്. ആ അവസ്ഥകളൊക്കെ എന്ത് വേണം, അതൊക്കെ ഇങ്ങനെ ഓതിയിട്ട് ഇങ്ങനെ ഓതുമ്പോഴൊക്കെ കേട്ട് പഠിക്കണം. നമ്മളെ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ട് അങ്ങനത്തോടത്തൊക്കെ വഖഫ് ചെയ്യുന്നത്. പിന്നെ ഹുർരിമത് അലൈക്കുമുൽ മൈതതു എന്ന് പറഞ്ഞിട്ട് അത് വഖഫ് ചെയ്യാൻ പാടില്ല. മൈതതു എന്ന് പറഞ്ഞിട്ട് മൈതതു വലഹ്മുൽ ഖിൻസീരി എന്ന് പറയുകയാണെങ്കിൽ ഖിൻസീരി അവിടെ ഖിൻസീർ എന്ന് അങ്ങനെയൊക്കെയുള്ള അതൊക്കെ ഇങ്ങനെ കുറെ ഓതിയല്ലാണ്ട് ശരിയാവും ചെയ്യും. പിന്നെ ഓത്തൊക്കെ ശ്രദ്ധിക്കുക. അപ്പോഴൊക്കെ ഉണ്ടാവും. പ്രത്യേകിച്ച് നല്ല കാര്യങ്ങളിലൊക്കെ സമയം കിട്ടുമ്പോഴൊക്കെ നല്ല കാര്യങ്ങളുടെ ഒക്കെ ഓത്തൊക്കെ ഇടക്കിടക്ക് കേൾക്കാൻ വേണ്ടി സമയം കണ്ടെത്തണം. അപ്പൊ അതിലിങ്ങനെ ശ്രദ്ധിക്കും ചെയ്യണം. അങ്ങനെ ഇന്ന് നമുക്ക് ഓതാൻ നമുക്കിന്ന് ഹൽ അതാക ഹദീസുൽ ഗാശിയ ആ സൂറത്ത് ഞങ്ങൾക്ക് കേൾക്കണ്ടല്ലോ അല്ലേ? കേൾക്കണ്ടല്ലോ. സൂറത്ത് ഗാശിയ, സൂറത്ത് വെള്ളിയാഴ്ച ഇശാസ്കാരത്തില് സൂറത്തുൽ അഅ്ല, സൂറത്തുൽ ഗാശിയ, ഇത് രണ്ട് സുന്നത്തുള്ളതാണ്. സാധാരണ എല്ലാവരും ഓതുന്നതാണ്, പ്രത്യേകിച്ച് ഇമാമിങ്ങളൊക്കെ ഓതുന്നതാണ്. അപ്പോ അതൊക്കെ ഒന്ന് ശരിയാക്കാൻ വേണ്ടി നല്ലതാണ്. ഞാൻ ഓതാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. هل أتاك حديث الغاشية وجوه يومئذ خاشعة عاملة ناصبة تصلى نارا حامية تسقى من عين آنية ليس لهم طعام إلا من ضريع لا يسمن ولا يغني من جوع وجوه يومئذ ناعمة لسعيها راضية في جنة عالية لا تسمع فيها لاغية فيها عين
جارية فيها سرر مرفوعة وأكواب موضوعة ونمارق مصفوفة وزرابي مبثوثة أفلا ينظرون إلى الإبل كيف خلقت وإلى السماء كيف رفعت وإلى الجبال كيف نصبت وإلى الأرض كيف سطحت فذكر إنما أنت مذكر لست عليهم بمسيطر إلا من تولى وكفر فيعذبه الله العذاب الأكبر إن إلينا إيابهم ثم إن علينا حسابهم هل أتاك حديث الغاشية هل أتاك حديث الغاشية هل أتاك حديث الغاشية هل أتاك حديث الغاشية غاشية هل أتاك حديث الغاشية യാന്ന് കഴിഞ്ഞിട്ട് ഗാശിയത്തി എന്നാണ് ഉള്ളത്. താന്റെ ശബ്ദം ഇവിടെ ഹാന്റെ മോഡലുണ്ട് വരണം. ഗാശിയ ഹൽ അതാക ഹദീസുൽ ഗാശിയ വുജൂഹുൻ യൗമഇദിൻ ഖാശിഅ വുജൂഹുൻ ശരിക്ക് എന്ന് ചുണ്ടെടും പിന്നെ കൂർപ്പിച്ചിട്ട് പറഞ്ഞിട്ടില്ലെങ്കിൽ എന്തക്ഷരത്തിന്റെ ശബ്ദം അവിടെ വരിക? ഉജൂഹുൻ എന്നുണ്ടാവും, ആ ഹംസ കൊണ്ടിടാവും. അപ്പൊ ശരിക്ക് ഉജൂഹുൻ എന്നുള്ളത് വജ്ഹ് എന്നുള്ള അർത്ഥമാണെന്നില്ല, ഉജൂഹ് തന്നെയാണ്, അല്ലെങ്കിൽ ഉജൂഹാവും. അപ്പൊ അർത്ഥം മാറും. അപ്പോ ചുണ്ട് കൊണ്ട് കൂർപ്പിച്ചിട്ട് വുജൂഹുൻ യൗമഇദിൻ ഖാശിഅ ഐൻ ഖാശിഅ അവരുടെ വുജൂഹുൻ യൗമഇദിൻ ഖാശിഅ അവരുടെ ഖാശിഅ വുജൂഹുൻ യൗമഇദിൻ ഖാശിഅ യൗമഇദിൻ ഖാശിഅ യൗമഇദിൻ ഇതിൻ അവരുടെ ഇതിൻ കുറച്ച് സുക്കൂനാനുണ്ടാവും. നൂന് സുക്കൂനാകുമ്പോ ഉണ്ടാകുന്ന ഒരു ചെറിയ ഉന്നത്തുണ്ടല്ലോ, അവിടെ വരണം. വുജൂഹുൻ യൗമഇദിൻ ഖാശിഅ യൗമഇദിൻ ഖാശിഅ അവരുടെ. അപ്പൊ അതിന്റെ പൂർണ്ണമായ നൂനുണ്ടാവൂല, അഥവാ ബൈനിയ എന്ന സിഫത്തുള്ള ആ നൂനുണ്ടാവൂല. യൗമഇദിൻ അതേസമയത്ത് യൗമഇദിൻ എന്നുണ്ടാവുമ്പോ ഉന്നത്തായി, അതും പാടില്ല, അവിടെ ഇദ്ഹാറാണ്. കാരണം ഹൽഖിന്റെ അക്ഷരങ്ങൾ പെട്ടതാണ്. ആമിലത്തുൻ നാസിബ ആമിലത്തുൻ ആവരുത്. ഐനു ഷറാൻ വേണ്ടിട്ട് ചില ആളുകളൊക്കെ ആമിലത്തുൻ എന്ന് പറയല് അത് ശരിയല്ല. അപ്പൊ അതിന് ശിദ്ദത്ത് എന്ന് പറയുന്ന സിഫത്ത് ഉണ്ടാവും. ഇല്ലാത്ത സിഫത്തിനെ കൊണ്ടുവന്ന് കൊടുക്കരുത്. ഓരോന്നിനും ഇന്ന സിഫത്താണ് എന്നൊക്കെ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിച്ചത്. ആ നിലക്കാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പാരായണം ചെയ്ത് കേൾപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അങ്ങനെ തന്നെ ഉച്ചരിക്കണം. ആമിലത്തുൻ നാസിബ ആമില, അത് ആമില ആവരുത്. ആമിലത്തുൻ നാസിബ നാസിബ ആവരുത്, നോ അവരുത്. ആമിലത്തുൻ നാസിബ صاد ناصبة تصلى نارا حامية
തസ്ല. താ ഉച്ചരിക്കുമ്പോൾ ശേഷം സ്വാദാണ്. സ്വാദ് ഇസ്തിഅലാന്റെ ഹർഫിൽപ്പെട്ടാണ്, ഇത്ബാഖ് എന്ന സിഫത്തുള്ളതാണ്. അതുകൊണ്ട് തന്നെ അതിന് ഉയർന്ന തഫ്ഖീമാക്കി ഉച്ചരിക്കണം. പക്ഷേ ആ സ്വാദിനെ തഫ്ഖീമാക്കി ഉച്ചരിക്കുക എന്ന ആ നിലക്ക് അതിന്റെ മുമ്പുള്ള താഇന് തഫ്ഖീമിന്റെ ശബ്ദം വരാൻ പാടില്ല. അത് ശ്രദ്ധിക്കണം. ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് വരാൻ സാധ്യതയുണ്ട്. അതാണ് തസ്ല എന്നൊക്കെ ആളുകൾ ഉച്ചരിക്കുന്നത് കേൾക്കുന്നത്. കാരണം എന്താ, സ്വാദിനെ ആ ഉഷാറോടുകൂടി ഉച്ചരിക്കുമ്പോൾ അതിന്റെ മുമ്പുള്ളതും ശേഷമുള്ളതായ അക്ഷരങ്ങൾക്കൊക്കെ അത് വരാൻ സാധ്യത കൂടില്ല. അഥവാ തഫ്ഖീമിന്റെ ശബ്ദം വരാൻ സാധ്യതയുണ്ട്. പക്ഷെ അത് നമ്മൾ ശ്രദ്ധിച്ചിട്ട് ഉച്ചരിച്ചാൽ തസ്ല അല്ലാതെ തൊസ്ല ആവരുത്. താ ഉച്ചരിക്കുമ്പോൾ പുഞ്ചിരിക്കണം, മുഖത്തോട് കൂടി ഉച്ചരിച്ചിട്ട് സ്വാദാവുന്ന സമയത്ത് സ്വാദിന്റെ ശബ്ദം വരുമ്പോൾ നമ്മളെ മുഖം ഗൗരവ മോഡലാവുക. അപ്പൊ തസ്ല 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 നാറൻ ഹാമിയ. അതുപോലെ തന്നെ സ്വാദിന് സുക്കൂനാണ്. റഹാവത്ത് എന്ന സിഫത്ത് കൊടുത്തിട്ട് ഒന്ന് ആ ശബ്ദത്തെ വലുതാക്കിയിട്ട് ഉച്ചരിക്കണം. അത് നോറൻ ആവരുത്. കാരണം എന്താണ്, നാ എന്നുള്ളതിന്റെ ശേഷം റോ ആണ്. റോയിന് തഫ്ഖീമാക്കണം. ആ തഫ്ഖീമാക്കുക എന്ന അവസ്ഥന് അതിന്റെ തൊട്ടടുത്ത് നാ എന്നതിനും ആ തഫ്ഖീമിന്റെ ശബ്ദം വരാൻ സാധ്യതയുണ്ട്. അതാണ് നോ എന്ന് ചിലർ ഉച്ചരിക്കുമ്പോൾ വരുന്നത്. അത് പാടില്ല. സ്കരിക്കുമ്പോഴൊക്കെ ഓതുമ്പോ ആ സ്വാദൊക്കെ വലുതാക്കി കേൾപ്പിക്കണം ഇമാമിങ്ങൾ. എന്ന് ചോർക്കൂട്ടിയിട്ടാണ് ഓതിയാല് തസ്ലാനാറൻ എന്നാവുമ്പോ കൽക്കലട് വരും. അത് പറ്റൂല. تسقى من عين آنية. تسقى سين رخاوة. تسقى قافل التفخيم. تسقى من عين آنية. من عين അവിടെ ഐനാണ്, ശേഷം ഹംസയാണ്. അപ്പോ മിൻ ഐനിൻ ആനിയ അല്ലാതെ മിൻ ഐനിൻ ആനിയ എന്നോ അല്ലെ മിൻ ഐനിൻ ആനിയ എന്നൊന്നും പറയരുത്. മിൻ ഐനിൻ ആനിയ. ليس لهم طعام إلا من ضريع. മിദ്ലാജ് കേൾക്കണില്ലേ? ليس لهم طعام إلا من ضريع. ليس لهم طعام. ليس لهم طعام എന്നൊന്ന് പറയാതെ തോ എന്നുള്ളത് ശരിക്ക് കേൾക്കുമ്പോ ഒരാൾ ഓതുമ്പോ മറ്റുള്ളവർക്ക് കേൾക്കുമ്പോ ഇത് ഉഷാറാക്കിയിട്ട് ഉച്ചരിച്ചിട്ടുണ്ട് എന്നിങ്ങോട്ട് തോന്നണം. അവിടെ തോ ആണോ താ ആണോ ഉച്ചരിച്ചത് എന്ന സംശയത്തിൽ ഇങ്ങനെ ആവണ അവസ്ഥയിൽ ഉച്ചരിക്കരുത്. അപ്പോ ലൈസ ലഹും طعام ليس لهم طعام إلا من ضريع. എന്താണ്, സാക്കിന നൂനിന്റെ ശേഷം ബോദ് വന്നു. ബോദ് ഇസ്തിഅലാന്റെ ഹർഫിൽപ്പെട്ട അക്ഷരമാണ്. അപ്പോ സാക്കിന നൂനിന്റെ ശേഷം ഈ ബോദിനൊക്കെ ഇഖ്ഫാ ആക്കണം. ഇഖ്ഫാഇന്റെ കൂടെ തന്നെ തഫ്ഖീമിന്റെ ശബ്ദവും വരണം. കാരണം അത് ഇസ്തിഅലാന്റെ അക്ഷരങ്ങളിൽ പെട്ടതാണ്. അപ്പോ ആവാൻ പാടില്ല. ഒരു ഉയർന്ന ശബ്ദം. ليس لهم طعام إلا من ضريع. عين سكون ആവുമ്പോ ബൈനിയ. لا يسمن ولا يغني من جوع. ജീമാണ് മിൻജു. അവിടെ മിൻജു എന്ന് പറയേണ്ട ആവശ്യമില്ല. കാരണം ജീമാണ് ഇസ്തിഅലാന്റെ ഹർഫിൽപ്പെട്ടതല്ല. അപ്പൊ മിൻജു. لا يسمن ولا يغني من جوع. ഞാനിങ്ങനെ പറഞ്ഞിട്ട് ബോറടിക്കണില്ലല്ലോ. ആർക്കെങ്കിലും ബോറടിക്കണ്ടോ? ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ വീണ്ടും ഇങ്ങനെ പറയുമ്പോ ബോറടിക്കണ്ടോ? ആവർത്തനം. لا يسمن ولا يغني من جوع. ഓക്കെ. അപ്പൊ യുസ്മിനു യു എന്നൊക്കെ പറയുമ്പോൾ ശരിക്കും യു എന്നാവണം. അല്ലെങ്കിൽ ശരിക്കും നമ്മൾ ശ്രദ്ധിക്കാതെ ലാ യുസ്മിനു പറയുമ്പോൾ ശരിക്കും ബമ്മാവൂല. അപ്പൊ യു ലാ
യുസ്മിനു വലാ യുഗ്നി വലാ യുഗ്നി മിൻ ജൂഅ് ലാ യുസ്മിനു വലാ യുഗ്നി മിൻ ജൂഅ് എന്നുള്ള ശബ്ദമൊക്കെ മൈക്കിൽ കൂടെ ശരിക്കും കേൾക്കണം. ഓതുമ്പോഴേ മൈക്കിലൊക്കെ ഇമാമിങ്ങളൊക്കെ പെട്ടെന്ന് ആതെ അതിന്റെ ശബ്ദം സുഖമുള്ളത് ബൈനിയായിട്ടാണ് കേൾക്കണം. വുജൂഹുൻ യൗമഇദിൻ നാഇമഹ വുജൂഹുൻ അവിടെയും നേരത്തെ പറഞ്ഞ മാതിരി വുജൂഹുൻ ശരിക്ക് വാവ് പറയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അല്ലെങ്കിൽ ശരിക്കും വാവിന്റെ ശബ്ദം ആവൂല. ശരിക്കും ചുണ്ട് കൂർപ്പിച്ചിട്ടില്ലെങ്കിൽ വാവിന്റെ ശരിക്കുള്ള ശബ്ദം ആവൂല. അപ്പൊ ചിലപ്പോ വുജൂഹുൻ എന്ന അല്ലെങ്കിൽ എന്തെങ്കിലൊക്കെ ആവുള്ളൂ. അപ്പൊ വുജൂഹുൻ യൗമഇദിൻ നാഇമഹ വുജൂഹുൻ യൗമഇദിൻ നാഇമഹ لسعيها راضية لسعيها راضية راضية റാളിയ ഓതരുത്, റാളിയ ഓതരുത്, അതതിന്റെ ശബ്ദ അല്ല. റാളിയ ലിസഅയിഹാ റാളിയ ضاد അതൊരു വലിയൊരു വിഷയം തന്നെയാണ്. എത്രയും പെട്ടെന്ന് അതിന്റെ ശബ്ദം ശരിയാക്കേണ്ടത് തന്നെയാണ്. ആരായാലും ശരി അതിലാർക്കും പിന്നെ അതിലാരും ഒഴിവൊന്നല്ല. സാധിക്കുന്നവരെന്ന് പറഞ്ഞാൽ പ്രായം കൂടിയിട്ട് എന്ത് ചെയ്യാ വയ്യാത്തൊരവസ്ഥയിലെത്തും. അങ്ങനത്തെവർക്കല്ല. പല്ലൊക്കെ വിട്ട് വേറെ പെപ്പ് പല്ല് വെച്ച് വയസ്സായിട്ട് ശരിക്ക് പറയാൻ സാധിക്കാത്ത ആളുകൾക്കൊന്നും ശരിയാക്കാൻ സാധിക്കില്ല. പക്ഷെ അല്ലാത്തവരൊക്കെ ശരിയാക്കണം. ഇങ്ങനെ റാളിയ എന്ന് പറഞ്ഞ എവിടുന്ന് കിട്ടിയ ശബ്ദം? പണ്ട് കാലത്താണ് ഈ സഹിക്കായിരുന്നു, നമ്മൾ വേറെ ശബ്ദം കേട്ടില്ലാന്ന്. ഇപ്പൊ അങ്ങനല്ലല്ലോ. ഇതല്ല അതിന്റെ ശബ്ദം പകൽ വെളിച്ചപ്പോലെ സൂര്യപ്രകാശം പോലെ വ്യക്താണ്, പ്രത്യേകിച്ച് വിദേശികളൊക്കെ ആയിട്ട്. എന്നിട്ടും റാളിയ റമളാൻ എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് അതിന്റെ അവസ്ഥ? അപ്പോ ഇനിയിപ്പോ റമളാൻ പിന്നെ ഷഹ്റു റമളാൻ ഒക്കെ റമളാൻ എന്ന് പറഞ്ഞാല് എന്തോ അതിനെ പറ്റി ചിന്തിക്കായിട്ട്. അപ്പോ റമളാൻ അവിടെ ബോധാണല്ലോ, റമളാൻ. അപ്പൊ റാദിയ ലിസഅയിഹാ റാദിയ ഫീ ജന്നത്തിൻ ആലിയ ഫീ ജന്നത്തിൻ ആലിയ ജന്ന ജീമ ജന്ന ഫീ ജന്നത്തിൻ ആലിയ. എങ്ങനെ ജീമ പറയാ? ഫീ ജന്നത്തിൻ ആവരുത്, ഫീ ജന്നത്തിൻ ആവരുത്, ഫീ നാവിന്റെ നടുമേലെ തന്നെ ആവുക. അപ്പൊ അതിനൊരു വ്യത്യാസം കാണാം. ശരിക്കും നാവിന്റെ നടുമേലെ അണ്ണാക്കും കൊണ്ട് ഉച്ചരിക്കുമ്പോ നമ്മൾ ഉച്ചരിക്കണമായിട്ട് ജ അല്ല വരിക, ജീമല്ല വരിക. കുറച്ചും കൂടി മറ്റേത് അതല്ല, ജനൽ അല്ല, ജന്ന ഫീ ജന്നത്തിൻ ആലിയ ഫീ ജന്നത്തിൻ ആലിയ അവരുടെ ആലിയ. لا تسمع فيها لاغية لا تسمع فيها لاغية أرض لاغية لا تسمع فيها لاغية فيها عين جارية فيها أرض فيها عين جارية 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 فيها عين جارية فيها سرر مرفوعة فيها سرر രണ്ട് റോ വന്നു. അപ്പൊ രണ്ടിനും തഫ്ഖീമാക്കണം, രണ്ടിനും ദമ്മാണ്. സുറൂറുൻ ഫീഹാ സുറൂറുൻ മർഫൂഅ അതിന്റെ ഇടയിലാണ് രണ്ട് റ മുമ്പിൽ, അതിന്റെ ശേഷം ഒരു സുക്കൂണിലെ റ, ഒക്കത്തിന് തഫ്ഖീമാക്കണം. അതിന്റെ ഇടയിലാണ് മീം കടന്നുകൂടിയിരിക്കുന്നത്. അപ്പൊ ഈ തഫ്ഖീമിന്റെ കൂട്ടത്തിൽ വേറൊരു തർഖീഖ് വന്നപ്പോ അതിന് തഫ്ഖീമാവാനുള്ള സാധ്യത കൂടുതലാണ് ശ്രദ്ധിച്ചില്ലെങ്കിൽ. അപ്പൊ ശ്രദ്ധിച്ചിട്ട് ഓതുമ്പോ ഫീഹാ സുറുറും മർഫൂഅ ഫീഹാ സുറുറും മർഫൂഅ അവിടെ ഫീഹാ സുറുറുൻ മർഫൂഅ ആവരുത്. വഅക്വാബും മൗദൂഅ അങ്ങനെയാണ് കാഫിന് സുക്കൂനാകുമ്പോ
വഅക്വാബ് ആവാൻ പാടില്ല, വഅക്വാ പാടില്ല. അപ്പൊ ഷിദ്ദത്ത് മാത്രമേ വന്നുള്ളൂ, ഹംസ് എന്ന് പറഞ്ഞ സിഫത്ത് വന്നില്ല. അതുകൊണ്ട് തന്നെ ആ അക്ഷരത്തിന്റെ ശബ്ദം പൂർത്തിയായില്ല. അപ്പൊ ശ്രദ്ധിക്കേണ്ടതാണ്. വഅക്വാബും മൗദൂഅ, വഅക്വാബും മൗദൂഅ, മൗദൂഅ ضاد موضوع موضوع لا وأكواب موضوعة ونمارق مصفوفة ونمارق ونما ونا ونمارق أبد ونما نا نلد ترقيق ما نلد ترقيق متى ذي ترقيق قافنا تفخيم ونمارق 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 مصفوفة مصفوفة ونمارق مصفوفة مصفوفة ونمارق مصفوفة فوفة عند فا أرتنا شركة فا شردي شركنا ليه فوفة أنكوا فوفة مصفوفة وزرابي مبثوثة وزرابي مبثوثة وزرابي مبثوثة മീമ് ബ രണ്ട് ചുണ്ടുമെന്നുള്ളത് മബ് മബ് എന്നാവരുത്, അമർത്തൽ കൂടരുത്, തെറ്റിയാ മതി. മബ് വസറാബിയു മബ്സൂസ സദഖല്ലാഹുൽ അലീം. അതുവരെ നമുക്ക് അതാ ബാക്കി നാളെ. هل أتاك حديث الغاشية وجوه يومئذ خاشعة عاملة ناصبة تصلى نارا حامية تسقى من عين آنية ليس لهم طعام إلا من ضريع لا يسمن ولا يغني من جوع وجوه يومئذ ناعمة لسعيها راضية في جنة عالية لا تسمع فيها لاغية فيها عين جارية فيها سرر مرفوعة وأكواب موضوعة ونمارق مصفوفة وزرابي مبثوثة صدق الله العلي العظيم. അപ്പൊ ഇതുവരെ നല്ല ശ്രദ്ധിച്ചിട്ട് ഓരോരുത്തർ ഓതുക. കുറച്ച് കൂടുതൽ ടൈം എടുത്തത് വീണ്ടും ഇങ്ങനെ പറയാൻ വേണ്ടിയിട്ടാണ്. വീണ്ടും ഇങ്ങനെ പറയുമ്പോഴല്ല പിന്നെ ഇങ്ങനെ ഓർമ്മയിൽ ഇങ്ങനെ വരുള്ളൂ. അതിനു വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് നല്ല ശ്രദ്ധിച്ചിട്ട് സമയമെടുത്തിട്ട് ഓതുമ്പോ അഥവാ തെറ്റിക്കണ് എന്നിങ്ങനെ നമ്മളെ മനസ്സിനാണ് പറയുകയാണെങ്കിൽ അപ്പൊ തന്നെ മടക്കി ഓതുക. അല്ലാതെ മനസ്സ് ഇതിവിടെ ശരിയായിട്ടില്ല എന്ന് തോന്നിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ മടക്കി ഓതാതിരിക്കരുത്. മനസ്സ് പറയണത് കേൾക്കുക എന്നാണ് പറയാനുള്ളത്. അപ്പോ അബ്ദുള്ളക്കുണ്ട്, തൂലിയത്തുണ്ട്, എല്ലാം ശ്രദ്ധിച്ചിട്ട് ഓരോരുത്തർ ഓതുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.